നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗത്തേക്ക് പ്രവേശിക്കുകയാണല്ലേ. സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗത്തെക്കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു ആമുഖ വിവരണം എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു പറഞ്ഞ കാര്യങ്ങൾ? ശൈശവത്തിൻ്റെ കൗതുകങ്ങൾ ഉപേക്ഷിച്ച് ബാല്യത്തിൻ്റെ പുതുകാഴ്ചകളിലേക്ക് ഉണരുന്ന കുട്ടികളെയാണ് ആദ്യ പാഠഭാഗമായിട്ടുള്ള ബാലലീല എന്ന കാവ്യഭാഗത്ത് ആരവതരിപ്പിക്കുന്നത്? മാതൃത്വത്തിൻ്റെ കവയിത്രി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതായിട്ടുള്ള ബാലാമണിയമ്മ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ. ബാല്യത്തിൻ്റെ മയിൽപ്പീലി കണ്ണുകളിലൂടെ ജീവിതത്തെ നോക്കിക്കാണുന്ന ബാലലീല എന്ന ഒരു കവിത. അതിൽ സ്വാതന്ത്ര്യത്തിൻ്റെ തുറന്ന ആകാശത്തിലേക്ക് സഞ്ചാരം നടത്തുന്നതായിട്ടുള്ള കുട്ടികളെ അവതരിപ്പിച്ചിരിക്കുന്നു അല്ലേ. മാതൃത്വം തുളുമ്പുന്ന ലളിതസുന്ദരമായ കാവ്യശൈലി കൊണ്ട് മലയാളത്തെ സമ്പന്നമാക്കിയ കവയിത്രിയാണ് ബാലാമണിയമ്മ. അതുകൊണ്ട് തന്നെയാണ് മാതൃത്വത്തിൻ്റെ കവയിത്രി എന്ന വിശേഷം നമ്മൾ ബാലാമണിയമ്മയ്ക്ക് നൽകിയിരിക്കുന്നതും. മാതൃത്വത്തോടൊപ്പം തന്നെ ശൈശവത്തിൻ്റെയും ബാല്യത്തിൻ്റെയും കൗതുകങ്ങളും കുസൃതികളും ഒക്കെ അവരുടെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിനൊരു ഉദാഹരണം കൂടിയാണ് നമുക്കിവിടെ പാഠഭാഗമായി നൽകിയിരിക്കുന്നതായിട്ടുള്ള ബാലലീല എന്ന കാവ്യഭാഗം. നാലപ്പാട്ട് കുടുംബാംഗമാണ് ബാലാമണിയമ്മ. നാലപ്പാട്ട് നാരായണ മേനോൻ്റെ മരുമകളും പ്രസിദ്ധ എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ അമ്മയുമാണ് ബാലാമണിയമ്മ. തൃശ്ശൂർ ജില്ലക്കാരിയാണ്. തൃശ്ശൂർ ജില്ലയിലെ പുനയൂർക്കുളത്താണ് ബാലാമണിയമ്മ ജനിച്ചത്. സാഹിത്യവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രസിദ്ധമായിട്ടുള്ള പുരസ്കാരങ്ങൾ അവർ നേടിയിട്ടുണ്ട്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, മലയാള ഭാഷയിൽ മലയാള സാഹിത്യത്തിൽ ആദ്യമായിട്ട് സരസ്വതി സമ്മാനം നേടിയ കവയിത്രി ബാലാമണിയമ്മയാണ്. ബാലാമണിയമ്മയുടെ നൈവേദ്യം എന്ന കൃതിക്കായിരുന്നു സരസ്വതി സമ്മാനം ആദ്യമായിട്ട് മലയാള സാഹിത്യത്തിൽ ലഭിച്ചത്. മഴുവിൻ്റെ കഥ, സോപാനം, മുത്തശ്ശി, അമ്മ, കുടുംബിനി, ലോകാന്തരങ്ങളിൽ അങ്ങനെ ഒട്ടേറെ കവിതാ സമാഹാരങ്ങൾ അവരുടെ പ്രധാന കൃതികളായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കൂടിയിട്ട് നിങ്ങൾ ശേഖരിച്ചുകൊണ്ട് ബാലാമണിയമ്മയുടെ ഒരു ജീവചരിത്രക്കുറിപ്പ് അടുത്ത ക്ലാസ്സിലേക്ക് തയ്യാറാക്കുക. ഇനി നമുക്ക് നമ്മുടെ ഈ കവിതയൊന്ന് ചൊല്ലി നോക്കാം. അതിനുശേഷം വളരെ എളുപ്പമാണ്. ഒട്ടും നമുക്ക് അറിയാത്തതായിട്ടുള്ള ആശയങ്ങളൊന്നുമില്ല. ഒരു ശൈശവവും ബാല്യവും ഒക്കെ കടന്നു പോകുന്നതായിട്ടുള്ള നമുക്ക് അറിയാവുന്നതായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് ഈ ഒരു കുട്ടികളുടേതായിട്ടുള്ള ആ കളിയെക്കുറിച്ചിട്ടും അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടും ഒക്കെ സൂചിപ്പിക്കുന്നതിലൂടെ ബാലാമണിയമ്മ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ഈ ഒരു കാവ്യം ചൊല്ലി നോക്കിയതിന് ശേഷം കാവ്യഭാഗത്തേക്ക് ആശയം പറഞ്ഞുകൊണ്ട് പ്രവേശിക്കാം. എല്ലാവരും കവിത ഒന്ന് ശ്രദ്ധിക്കാം. ബാലലീല. പമ്പരം പാവയും പോരാതായി തെല്ലുമിങ്ങമ്പര പേകാതായോല പാമ്പും അമ്മ തൻ പൂഞ്ചേല തുമ്പിനെ കൈവിട്ടു നമ്മൾക്കിൻ തോഴരെ പോയി കളിക്കാം. ചീറുന്നു കാറ്റടിഞ്ഞേറുന്നു കാറുകൾ ചാറുന്നു പെയ്യുന്നു കാലവർഷം. ഇമ്മഴ വെള്ളത്തിൽ പുൽകളാൽ നിർമ്മിച്ച നമ്മൾ തൻ വഞ്ചികൾ ചാഞ്ചാടട്ടെ. ഒപ്പമേ കുത്തിലോടിയും വീണും പേത്തൊച്ചയിട്ടാവു നാം വീണ്ടും വീണ്ടും. ഈ കൊടുങ്കാറ്റുലി നമ്മൾ തന്നാർപ്പാലാൽ ഉത്കടമാവതെന്നാരറിയും. ഓതുന്നു വൃദ്ധന്മാർ ചേറ്റിൽ കളിക്കായ്വിൻ പൈതങ്ങൾ അർത്ഥമില്ലാ മൊഴിയിൽ. ഇച്ഛയാ നമ്മൾക്കു കൂത്താടാനല്ലെങ്കിൽ ഇച്ചിളിയുണ്ടായതെന്തിനാവോ. നാമലർ ചാർത്തറുത്തന്യോന്യമർച്ചിപ്പു
മാമരമേറുന്നു കൂസലെന്നെ മാമ്പഴമെന്നോണം പുത്തിലങ്ങി കായും മാധുര്യമൊന്നേ നാം പറിച്ചാൽ മാധുര്യമൊന്നേ നാം പറിച്ചാൽ. ശൈശവ കൗതുകം ബാല്യത്തിലേക്ക് വഴിമാറുന്നതിനെ ലളിതവും പരിചിതവുമായി അവതരിപ്പിക്കുകയാണ് ബാലമണിയമ്മ ബാലലീല എന്ന ഈ കവിതയിലൂടെ. ഇതിലെ വരികളൊന്ന് ശ്രദ്ധിക്കാം. ഇതിലെ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലേ? നമുക്ക് ഏവർക്കും മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ മഴയത്തൊന്ന് ഇറങ്ങി കളിക്കാനും ഒക്കെ വളരെ ഇഷ്ടമാണല്ലേ. ആ മഴ പെയ്ത് തോർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മരം പെയ്യുന്നത് ഒന്ന് ഏൽക്കുക, അതുപോലെ തന്നെ കൊച്ചു വഞ്ചികൾ ഉണ്ടാക്കിയിട്ട് അത് മുറ്റത്തെ വെള്ളത്തിൽ ഒഴുക്കി വിടുക, അതുപോലെ ആ ചെളിയിലൊന്ന് പോയിട്ട് കളിക്കുക, ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലേ. പക്ഷേ പലപ്പോഴും അതിനൊന്നും നമ്മുടെ വീട്ടുകാർ സമ്മതിക്കാറുമില്ല. കാരണം എന്താണ്? അത് ഒരുപാട് പലതരത്തിലുള്ളതായിട്ടുള്ള രോഗങ്ങളൊക്കെ നിലനിൽക്കുന്നതായിട്ടുള്ള ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അല്ലേ, ഒരുപാട് രോഗങ്ങളൊക്കെ വരും അങ്ങനെയൊക്കെ കളിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പലതരത്തിലുള്ളതായിട്ടുള്ള വിലക്കുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടെയും പറയുന്നുള്ളൂ അല്ലേ. ഈ കവിത വായിച്ചപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ആ ഒരു കളിരീതികളെ കുറിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഒരു കുട്ടി ആ കളിയെ കുറിച്ചിട്ട് തൻ്റെ കൂട്ടുകാരെ കൂട്ടിയിട്ട് കളിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നതായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ കാവ്യം എഴുതിയിരിക്കുന്നത് അല്ലേ. പമ്പരം പാവയും പോരാതായി തെല്ലുമിങ് അമ്പരപ്പേകാതായി ഓലപ്പാമ്പും. നമ്മൾ നേരത്തെ പറഞ്ഞു, ശൈശവത്തിൻ്റേതായിട്ടുള്ള കൗതുകങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ബാല്യത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ കുട്ടികളുടെ മനസ്സിലുണ്ടാവുന്നതായിട്ടുള്ള പലതരത്തിലുള്ളതായിട്ടുള്ള വിചാരങ്ങളൊക്കെയാണ് ഇവിടെയും പറയുന്നത് അല്ലേ. എന്തൊക്കെയാണ്? പമ്പരവും പാവയും ഒന്നും പോരാ, ഓലപ്പാമ്പിനെ കണ്ട് ഒരു അമ്പരപ്പും ഉണ്ടാകില്ലെന്നും ബാല്യത്തെക്കുറിച്ചിട്ട് നേരിട്ട് പറയാതെ തന്നെ പറയാണ്. അതായത് ശൈശവകാലത്തിൽ നിന്ന് ബാല്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്നുള്ളതിൻ്റേതായിട്ടുള്ള ചില സൂചനകളാണ് അവിടെ നൽകിയിരിക്കുന്നത് അല്ലേ. ബാല്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്നില്ല, പക്ഷേ ശൈശവത്തിൻ്റേതായിട്ടുള്ള കൗതുകങ്ങളാണ് എന്തൊക്കെ? പമ്പരവും പാവയും അതുപോലെ തന്നെ ഓലപ്പാമ്പും ഒക്കെ കാണിക്കുമ്പോൾ കുട്ടികൾക്ക് അതൊരു രസമായിരിക്കും. ആദ്യമായിട്ട് അവർ കളിക്കുന്നതായിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെയാണ്. ആ കളിപ്പാട്ടങ്ങളൊക്കെ ഉപേക്ഷിച്ച് അതിലൊന്നും ഒരു അമ്പരപ്പോ അല്ലെങ്കിൽ കൗതുകമോ ഒന്നും കണ്ടെത്താനായിട്ട് സാധിക്കാത്ത ബാല്യകാലത്തിലേക്ക് കുട്ടികൾ പ്രവേശിച്ചിരിക്കുന്നു അല്ലേ. ശൈശവത്തിൽ അമ്മയുടെ സാരിത്തലപ്പിന് പുറകിൽ മാത്രം നിൽക്കുന്നതായിട്ടുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അമ്മയുടെ പൂഞ്ചേല തലപ്പിന് ഉള്ളിൽ ഒളിക്കുന്നതായിട്ടുള്ള കുഞ്ഞ്, ആ കുഞ്ഞിൽ ഏതൊക്കെ തരത്തിലുള്ളതായിട്ടുള്ള മാറ്റങ്ങൾ ബാല്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വന്നു ചേരും എന്നുള്ളത് നമുക്കറിയാം അല്ലേ. കുട്ടി ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബാല്യകാലം ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്ക് കടന്നത് ഓർമ്മയില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലെ കൊച്ചനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഉള്ളതായിട്ടുള്ള കുട്ടികൾക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലേ. അവരുടെ ആ ഒരു വളർച്ചയുടേതായിട്ടുള്ള പല ഘട്ടങ്ങൾ നിങ്ങൾ കാണുന്നത് തന്നെയാണല്ലേ. അപ്പോൾ ആദ്യത്തിൽ ആരെങ്കിലും അറിയാത്തവരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അമ്മയുടെ പുറകിൽ പോയിട്ട് ഒളിച്ചു നിൽക്കുന്നതായിട്ടുള്ള കുട്ടി പിന്നീട് ബാല്യത്തിലേക്കൊക്കെ കടന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? വളർന്നു വരുമ്പോൾ അവനിൽ പലതരത്തിലുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ അവളിൽ പലതരത്തിലുള്ളതായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാം അല്ലേ. കുട്ടികളോടൊപ്പം കളിക്കാനും ഒത്തുചേർന്ന് പോയിട്ട് അവരുടെ മാത്രമായിട്ടുള്ളൊരു ലോകത്ത് പോയിട്ട് കളിക്കാനും ഒക്കെ കുട്ടികൾക്ക് വലിയ താല്പര്യമാണല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ കാണുന്നതായിട്ടുള്ള നിത്യ കാഴ്ചകൾ തന്നെയാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്ക് കടക്കുന്നതായിട്ടുള്ള കുട്ടികളുടെ ആ ഒരു സ്വാതന്ത്ര്യത്തെ തന്നെയാണ് ഇവിടെയും പറയാനായിട്ട് ഈ കവിതയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ശൈശവത്തിൽ അമ്മയുടെ പൂഞ്ചേല തലപ്പിനുള്ളിൽ ഒളിച്ചിരുന്നതായിട്ടുള്ള കുഞ്ഞ് എന്ത് ചെയ്തു? നമ്മൾക്കെൻ തോഴരെ പോയി കളിക്കാം. ബാല്യത്തിലെത്തുമ്പോൾ ഒത്തുചേർന്ന് കളിക്കുവാനായിട്ട് ആരംഭിക്കുന്നു അല്ലേ. ചീറുന്നു കാറ്റടിഞ്ഞേറുന്നു കാറുകൾ ചാറുന്നു പെയ്യുന്നു കാലവർഷം. അപ്പോൾ ഒരു കാലവർഷത്തിൻ്റേതായിട്ടുള്ള സൂചനകൾ ആ ഒരു
ചെറിയ സൂചനകളിലൂടെ തന്നെ, വളരെ ചെറിയ ചെറിയ വാക്കുകളിലൂടെ തന്നെ നല്ലൊരു പേമാരിയെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് അവിടെ സാധിച്ചിരിക്കുന്നു അല്ലേ. ചാറുന്നു പെയ്യുന്നു കാലവർഷം, നല്ല ശക്തമായിട്ട് പെയ്യുന്നതായിട്ടുള്ള ഒരു മഴയെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ. ചീറുന്നു കാറ്റടിഞ്ഞേറുന്നു കാറുകൾ, കാറ്റോട് കൂടിയിട്ട് പെയ്യുന്നതായിട്ടുള്ള ആ കാർമേഘങ്ങൾ പെയ്യുമ്പോൾ ആ മഴയിൽ ശക്തമായിട്ടുള്ള ആ മഴയിൽ ഒന്നിറങ്ങി കളിക്കുവാനായിട്ടാണ് കുഞ്ഞുങ്ങൾ താല്പര്യപ്പെടുന്നത്. ഇമ്മഴ വെള്ളത്തിൽ പുൽകളാൽ നിർമ്മിച്ച നമ്മൾ തൻ വഞ്ചികൾ ചാഞ്ചാടട്ടെ. അപ്പോൾ അവരെന്താ വിചാരിക്കുന്നത്, കൊച്ചു വഞ്ചികളൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഈ വെള്ളത്തിൽ ഒഴുക്കി കളിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു ബാല്യകാലം അല്ലേ. മഴ വെള്ളത്തിൽ ഇറങ്ങി കളിക്കണം, മഴയത്ത് ഇറങ്ങി കളിക്കണം, അവിടെ കൊച്ചു വഞ്ചികൾ അവർ തന്നെ ഉണ്ടാക്കിയതായിട്ടുള്ള കൊച്ചു കളിവഞ്ചികൾ ഇറക്കണം എന്നൊക്കെ വളരെയേറെ താല്പര്യത്തോട് കൂടിയിട്ട് അതിനൊക്കെ തയ്യാറാവുന്നതായിട്ടുള്ള കുഞ്ഞു മനസ്സുകളല്ലേ. ഒപ്പമീ നീർക്കുത്തിൽ ഓടിയും വീണും പേർത്തൊച്ചയിട്ടാവൂ നാം വീണ്ടും വീണ്ടും. ഇനി അവിടെ എങ്ങനെയാണ് കളിക്കേണ്ടത്? ഈ നീർക്കുത്തിൽ, വെള്ളം ഒലിച്ചിറങ്ങുന്നതായിട്ടുള്ള ഈ നീർക്കുത്തിൽ ഓടിയും വീണും ഒച്ചയിട്ടും ഒക്കെ വീണ്ടും വീണ്ടും അങ്ങനെ ആർത്തുല്ലസിച്ച് കളിക്കുവാനായിട്ട് കൊതിക്കുന്നതായിട്ടുള്ള ബാല്യകാലം അല്ലേ. അങ്ങനെ ഒച്ചയിട്ട് നമുക്ക് ശബ്ദത്തോട് കൂടിയിട്ട് വീണ്ടും വീണ്ടും ഈ മഴവെള്ളത്തിൽ കളിക്കുവാനായിട്ട് പറയുന്നതോടൊപ്പം തന്നെ എന്ത് പറയാണ്? കൊടുങ്കാറ്റൊലി നമ്മൾ തന്നാർപ്പാല നുൽക്കടമാവതെന്നാരറിയിക്കും. ഈ കൊടുങ്കാറ്റിൻ്റെ ആ ഒരു വലിയ ശബ്ദം പോലും എന്ത് കാരണമാണ്? നമ്മുടെ ഈ ആർപ്പും ബഹളവും ഒക്കെ കൊണ്ട് വർദ്ധിച്ചതാണെന്ന് ആർക്കും തോന്നാവൂ. അതുപോലെയായിട്ട് ഇത്രയും ഒച്ചയിട്ട് ബഹളം വെച്ച് ഈ നീർക്കുത്തിൽ ഓടിമറിഞ്ഞ് നമുക്ക് കളിക്കണം. നമ്മുടെ ഈ ചേറിൽ ഇറങ്ങിക്കൊണ്ടുള്ളതായിട്ടുള്ള ഓളിയും ബഹളവും നീർക്കുത്തിലും ചാടി മറിഞ്ഞുള്ളതായിട്ടുള്ള ഈ കളിയുമൊക്കെ കണ്ടിട്ട് നമ്മുടെ മുതിർന്നവരായിട്ടുള്ള ആളുകൾ ഒരു പക്ഷേ ഓതുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നു. വൃദ്ധന്മാർ, മുതിർന്നവരായിട്ടുള്ള ആളുകൾ പറഞ്ഞേക്കാം, ചേറ്റിൽ കളിക്കായ്വിൻ പൈതങ്ങൾ എന്നാൽ കുട്ടികൾ, ചേറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളിയിൽ കളിക്കരുത് കുട്ടികളെ എന്നൊക്കെ നമ്മളോട് ഉപദേശിക്കാനായിട്ട് വന്നേക്കാം. പക്ഷേ അർത്ഥമില്ലാത്തതായിട്ടുള്ള മൊഴികളാണ് അതൊക്കെ. അതിനൊന്നും ഒട്ടും തന്നെ നമ്മൾ വില കൽപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല. നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് തന്നെ കളിക്കേണ്ടതായിട്ടുള്ളൊരു പ്രായമാണിത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആർപ്പും വിളിയും ഒക്കെ ആയിട്ട് കളിക്കാനായിട്ട് ഒരുങ്ങാം. അവിടെ മുതിർന്നവരുടെ വാക്കുകളൊന്നും കേൾക്കേണ്ടതായിട്ടുള്ള, അർത്ഥമില്ലാത്തതായിട്ടുള്ള ആ വാക്കുകൾക്കൊന്നും ചെവി കൊടുക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ബാല്യകാലത്തിൻ്റേതായിട്ടുള്ള സർവ്വ സ്വാതന്ത്ര്യവും ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാവുന്നതായിട്ടുള്ള കുട്ടികളുടെ ആ കുഞ്ഞു മനസ്സിനെ ഇവിടെ ബാലാമണിയമ്മ അവരുടെ ആഘോഷ തിമിർപ്പുകളെ ഒക്കെ വരച്ചു കാട്ടുകയാണ് അല്ലേ. ഇച്ഛയാ നമ്മൾക്ക് കൂത്താടാനല്ലെങ്കിൽ ഇച്ചെളിയുണ്ടായതെന്തിനാവോ. ഇവരൊക്കെ നമ്മളെ പിന്തിരിപ്പിക്കാനായിട്ട് അർത്ഥമില്ലാത്തതായിട്ടുള്ള വാക്കുകളൊക്കെ ആയിട്ട് ചേറിൽ കളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഇച്ഛയാ ഇഷ്ടം പോലെ, നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമ്മൾക്ക് കൂത്താടാനല്ലെങ്കിൽ ഈ ചെളി ഇവിടെ ഉണ്ടായത് എന്തിനാണ് എന്ന് ചോദിക്കുകയാണ് കുട്ടികൾ. നാം മലർ ചാർത്തറു തന്യോന്യമർച്ചിപ്പു. നാം മലർ നാം മലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം മലരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അർത്ഥം? പൂവ്. പൂക്കള് അറുത്തെടുത്ത് അന്യോന്യം അർച്ചിക്കുന്നു. അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ട് കളിക്കുന്നു. മാമരമേറുന്നു കൂസലന്യേ. മാമരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാമരങ്ങൾ, വലിയ വലിയ മരങ്ങളിലേക്കൊക്കെ പടച്ചു കയറുകയാണ്. ഒട്ടും തന്നെ പേടിയില്ലാതെ വലിയ മരക്കൊമ്പുകളിലേക്കൊക്കെ വലിഞ്ഞു കയറുന്നതായിട്ട് അതിനൊക്കെ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ബാല്യകാലം അല്ലേ. യാതൊരു കൂസലും ഇല്ലാതെ വലിയ വലിയ മരങ്ങളിലേക്കൊക്കെ വലിഞ്ഞു കയറുന്നതായിട്ടുള്ള ആ ഒരു ബാല്യകാലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്.
മാമ്പഴമെന്നോണം പുത്തിലഞ്ഞിക്കായും മാധുര്യമുള്ളൊന്നേ നാം പറിച്ചാൽ. മാമ്പഴത്തിന് നല്ല മധുരമായിരിക്കും അല്ലേ. ആ മാമ്പഴം എന്ന പോലെയാണ് പുത്തിലഞ്ഞിക്കായ. പുത്തിലഞ്ഞിക്കായയ്ക്ക് ഒരു തരം പുളിയും ചവർപ്പും ഒക്കെയാണ് ഉള്ളത്. ആ പുത്തിലഞ്ഞിക്കായ പോലും നാം പറിച്ച് നല്ല മധുരമുള്ള മാങ്ങ പോലെയാണ് ബാല്യകാലത്ത് അത് ചവച്ചിറക്കുന്നത്. അപ്പോൾ ശൈശവത്തിൽ നിന്ന് അമ്മയുടെ പൂഞ്ചേലത്തുമ്പിൽ ഒളിക്കുന്നതായിട്ടുള്ള കുഞ്ഞ് ബാല്യത്തിലേക്ക് എത്തുമ്പോൾ മഴ പെയ്യുന്ന മുറ്റത്തിറങ്ങാനും മരം കയറാനും ഒക്കെ തുടങ്ങുകയാണ്. മുതിർന്നവരുടെ വിലക്കുകളൊക്കെ ലംഘിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് വളരുകയാണ് അവരല്ലേ. കാലവർഷത്തിൻ്റെ മഴവെള്ളപ്പാച്ചിലെ എല്ലാം മറന്ന് ഓടിയും ചാടിയും ഒച്ചവെച്ചും കുട്ടികൾ ആർത്തുല്ലസിക്കുമ്പോൾ വൃദ്ധരുടെ വിലക്കുകളൊന്നും അവർ പരിഗണിക്കാറില്ല. സ്വാതന്ത്ര്യത്തിൻ്റെ പുതുലോകം അവർ ആവോളം നുകരുകയാണല്ലേ. ചവർപ്പും പുളിയും നിറഞ്ഞതായിട്ടുള്ള ഇലഞ്ഞിക്കായ പോലും അവർക്ക് മാധുര്യമുള്ളതായിട്ടുള്ള മാമ്പഴമായിട്ട് തീരുന്നു. ഇത് എന്തുകൂടിയാണ്? സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യം കൂടിയാണല്ലേ. ഇപ്പോൾ ചെളിയിൽ കളിക്കുന്നതും മരത്തിൽ കയറുന്നതും എല്ലാം പ്രകൃതിയെ അറിയാനുള്ള കുട്ടികളുടെ സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷികൾക്ക് പറക്കാൻ കഴിയാത്തതും കുട്ടികൾക്ക് കളിക്കാൻ കഴിയാത്തതും ഒക്കെ ഒരുപോലെയാണ് അല്ലേ. പക്ഷികൾക്ക് പറക്കാനായിട്ട് ചിറകുകളുണ്ട്. അതിനോട് പറക്കണ്ട എന്ന് പറഞ്ഞിട്ട് കൂട്ടിൽ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള അതിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? അതുപോലെ തന്നെയാണ് പാറിപ്പറന്ന് കളിച്ച് നടക്കേണ്ടതായിട്ടുള്ള ആ ഒരു ബാല്യകാലത്ത് കളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവരെ വിലക്കുന്നതും അതുപോലെ തന്നെയാണ്. രണ്ടിടത്തും സ്വാതന്ത്ര്യമില്ലായ്മയാണ്. അതായത് പക്ഷികളെ പറക്കാനായിട്ട് അനുവദിക്കാത്തതും കുട്ടികളെ കളിക്കാനായിട്ട് അനുവദിക്കാത്തതും ഒരു തരം സ്വാതന്ത്ര്യമില്ലായ്മ തന്നെയാണ്. ഈ ഒരു ബാലലീല എന്നുള്ള ഈ ഒരു കാവ്യഭാഗത്ത് ബാലാമണിയമ്മ കളിക്കാനുള്ള കുട്ടികളുടെ അവകാശത്തെക്കുറിച്ചിട്ടുള്ള സൂചനകളാണ് നൽകുന്നത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാലാവകാശത്തിൻ്റെ വിശാലമായ തലത്തിലാണ് ഈ കവിത നിലകൊള്ളുന്നത് എന്ന് നമുക്ക് പറയാം. കവിത എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എല്ലാവർക്കും കളിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നതായിട്ടുള്ള ഒരു മാതൃത്വം തുളുമ്പി നിൽക്കുന്നതായിട്ടുള്ള ഒരു അമ്മയുടെ കുട്ടികളുടെ ഉല്ലാസവും ആഘോഷവും ഒക്കെ വരച്ചു കാട്ടുന്നതായിട്ടുള്ള ഒരു കാവ്യഭാഗമായിരുന്നു നമ്മളിവിടെ പരിചയപ്പെട്ടതല്ലേ. ഇനി ഈ ഭാഗത്തെ ചോദ്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. അപ്പോൾ അതിനു മുൻപേ തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഇതൊന്ന് അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കവിതയാണ്. വ്യത്യസ്തമായിട്ടുള്ള താളങ്ങൾ കണ്ടെത്തിയിട്ട് അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ഇതിനെ പറ്റിയതായിട്ടുള്ള മറ്റ് ഈണങ്ങൾ കണ്ടെത്തി ചൊല്ലാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. കുറച്ച് വരികളൊക്കെ ഇതിൻ്റെ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. നല്ലതാണ് കവിത പഠിച്ചിരിക്കുന്നത്. അമ്മയുടെ സമീപത്തു നിന്ന് ദൂരെ പോയി കളിക്കണം എന്ന് കുട്ടി ആഗ്രഹിക്കുന്നത് എപ്പോഴാണ്? ശൈശവകാലം കഴിഞ്ഞ് ബാല്യകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. കുട്ടികൾ അമ്മയുടെ സാരിത്തലപ്പിൽ നിന്ന് ഒളിഞ്ഞു നിന്നിരുന്നതായിട്ടുള്ള ശൈശവകാലത്തിൽ നിന്ന് കുട്ടികളോടൊപ്പം ചേർന്ന് കളിക്കണം എന്നുള്ളതായിട്ടുള്ള ആ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അല്ലേ. ഇലഞ്ഞിക്കായ്ക്ക് മാമ്പഴത്തിൻ്റെ മാധുര്യം അനുഭവപ്പെടുന്നതിൻ്റെ കാരണം എന്തായിരിക്കാം? ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള ആടിത്തിമിർത്ത് കളിച്ചുല്ലസിക്കുന്നതായിട്ടുള്ള ആ ഒരു ബാല്യകാലം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പുതുലോകമാണ് കുട്ടികൾക്ക് മുന്നിൽ തുറന്ന് ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മാമ്പഴം പോലെ തന്നെ ചവർപ്പും പുളിയും ഉള്ളതായിട്ടുള്ള ഇലഞ്ഞിക്കായയും അവർ നുകരുന്നത് അല്ലേ. ആ ഒരു അവരുടെ സ്വന്തമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് സ്വയം ആർത്തുല്ലസിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇലഞ്ഞിക്കായും അവർക്ക് എന്തായി തോന്നുന്നത്? സ്വാതന്ത്ര്യത്തിൻ്റെ ആ മധുരം പകരുന്നത് പോലെ തന്നെ അതിന് മാമ്പഴത്തിൻ്റേതായിട്ടുള്ള മാധുര്യം വന്നു ചേരുന്നത്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ താല്പര്യത്തോടു കൂടിയിട്ട് ചെയ്യാനായിട്ട് അവസരം ലഭിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം ഉണ്ടാകുന്നത് എന്ന് പറയാം അല്ലേ. ഇനി കാവ്യഭംഗി കണ്ടെത്താനായിട്ടുള്ള ഒരു ചോദ്യം അവിടെ കൊടുത്തിട്ടുണ്ട്. ചീറുന്നു കാറ്റടിഞ്ഞേറുന്നു കാറുകൾ ചാറുന്നു പെയ്യുന്നു കാലവർഷം. വരികളുടെ ആകർഷകത്വത്തിന് കാരണം എന്ത്? ആവർത്തിച്ചുള്ളതായിട്ടുള്ള ചില പദങ്ങളാണ്, സമാനമായിട്ടുള്ള പദങ്ങളുടെ ആവർത്തനമാണ് അവിടെ ആ ഒരു ഭാഗത്തിന് വരികൾക്ക് കൂടുതൽ കാവ്യഭംഗി പകർന്നു നൽകുന്നത് അല്ലേ, ശബ്ദഭംഗി പകർന്നു നൽകുന്നത് എന്ന് പറയാം അല്ലേ. ചീറുന്നു കാറ്റടിഞ്ഞേറുന്നു, ചീറുന്നു ഏറുന്നു എന്നൊക്കെ പറയുമ്പോൾ
ചീറുന്ന പാമ്പ്, ചീറ്റുന്ന കാറ്റ്. ഇത് രണ്ടും ഏകദേശം നമുക്ക് എന്താണ് എന്നറിയാം അല്ലേ? അതുപോലെ തന്നെ ചീറുന്ന പാമ്പിൻ്റെ ആ ഒരേ ശബ്ദത്തിൽ തന്നെ വീശുന്നതായിട്ടുള്ള കാറ്റിൻ്റെ ആ ഒരു ഭംഗി, ആ ഒരു ശബ്ദഭംഗി ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു വാക്കുകളെ കൊണ്ട് തന്നെ കടന്നു വരികയാണ്. കാറുകൾ ചാറുന്നു പെയ്യുന്നു. മഴക്കാറുകൾ, ഈ കാറ്റ് മാത്രമല്ല, ആ ശക്തമായ കാറ്റിനൊപ്പം കാറുകൾ, മഴക്കാറുകൾ ചാറുന്നു, ചീറുന്നു എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ ചേർക്കുന്നതായിട്ടുള്ള സമാനമായിട്ടുള്ള ഒരു പദമായിട്ട് മാറുകയാണ് ചാറുന്നു. മഴ ഉണ്ടാകുന്നു, മഴച്ചാറലുണ്ടാകുന്നു, പെയ്യുന്നു, അതിശക്തമായിട്ട് മഴ പെയ്യുന്നു, കാലവർഷം. അപ്പോൾ അക്ഷരങ്ങളുടെ ആവർത്തനത്തിലൂടെ പദങ്ങൾക്ക് കൂടുതൽ ശബ്ദഭംഗി കൈവരിക്കാനായിട്ട് ആ വരികളിൽ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്നതായിട്ടുള്ള ചീറുന്നു, ചാറുന്നു, പെയ്യുന്നു എന്നൊക്കെയുള്ളതായിട്ടുള്ള ആ ഒരു പദങ്ങളുടെ ക്രിയാ രീതികൾ അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ആ ഒരു ചാറലിൻ്റെയും കാറ്റിൻ്റെ ചീറ്റലിൻ്റെയും ഒക്കെ ആ ഒരു ശബ്ദങ്ങൾ നമ്മുടെ കാതിൽ വന്നിട്ട് അലയടിക്കുന്നതായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടല്ലേ. അപ്പോൾ ചുരുങ്ങിയ വാക്കുകളിലൂടെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ പകർന്നു നൽകുന്നതായിട്ടുള്ള, ആവിഷ്കരിക്കുന്നതായിട്ടുള്ള വരികളാണ് ഈ വരികളിൽ നമുക്ക് ആ പദപ്രയോഗങ്ങളിലൂടെ ലഭിക്കുന്നത്. അത് തന്നെയാണ് അതിൻ്റെ കാവ്യഭംഗിക്ക് കാരണമായിട്ട് മാറുന്നത്. ഇതുപോലെയുള്ളതായിട്ടുള്ള വരികൾ വേറെ അതിൽ തന്നെ കൊടുത്തിട്ടുള്ളത് കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയായിരിക്കാം, നിങ്ങൾ കണ്ടെത്തിയോ? ഇക്കൊടുങ്കാറ്റൊലി നമ്മൾ തന്നാർപ്പാലാൺ ഉത്കടമാവതെന്നാരറിവൂ. കൊടുങ്കാറ്റൊലി നമ്മൾ തന്നാർപ്പാലാൺ ഉത്കടമാവതെന്നാരറിയും എന്ന വരികൾ. അതുപോലെ തന്നെ മാമ്പഴമെന്നോണം പുത്തിലങ്ങിക്കായും മാധുര്യമുള്ളൊന്നേ നാം പറിച്ചാൽ എന്ന വരികളും ഇതുപോലെ തന്നെ സമാനമായിട്ടുള്ള ആ ഒരു കാവ്യഭംഗി നമുക്ക് പകർന്ന് നൽകുന്നുണ്ട്. ഇനി താളവ്യത്യാസം കണ്ടെത്താം. ഒന്ന് ചൊല്ലി നോക്കൂ. അമ്പരം പാവയും പോരാതായി തെല്ലുമിങ്ങമ്പരപ്പേകാതായോല പാമ്പും. അടുത്ത വരികൾ നോക്കൂ. ആലാഴി തൂവെള്ളം തൂകുന്ന പോലെ നൽ പ്രാലേയം തൂകി തുടങ്ങിയതെങ്ങും. അടുത്ത വരികളോ. പുല്ലുന്ന ചൂടിനാൽ മാമരം വേവുന്നു പുല്ലിൻ്റെ കാര്യമെന്തു ചൊൽവ. അത് വൈലോപ്പിള്ളിയുടെ ജലസേചനം എന്ന കവിതയിലെ വരികളാണ്. തോളത്തു കനം തൂങ്ങും വണ്ടി തൻ തണ്ടും പേറി. അതുപോലെ അതേ താളത്തിൽ നമുക്ക് ചൊല്ലാനായിട്ട് സാധിക്കുന്നില്ല അല്ലേ? തോളത്തു കനം തൂങ്ങും വണ്ടി തൻ തണ്ടും പേറി ആളകൾ മന്ദം മന്ദമിഴഞ്ഞു നീങ്ങിയിടുന്നു. അപ്പോൾ ആ ഒരു താളത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു താളത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ താളവ്യത്യാസം ഉള്ളതായിട്ടുള്ള വരികൾ ഏതാണ്? ഏറ്റവും അവസാനത്തിൽ ഈ നാലാമതായിട്ട് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഈരടികളാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? ഇനി അടുത്തത് നോക്കൂ. വിശകലനം ചെയ്യുക. ഈ കവിത സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യത്തെയാണ് വർണ്ണിക്കുന്നത്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കവിതാഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ബാല്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, ഇഷ്ടമുള്ളത് കളിക്കാൻ, ഇഷ്ടമുള്ളവരോട് കൂട്ടുകൂടാൻ ഒക്കെ നമുക്ക് താല്പര്യമാണല്ലേ? പക്ഷേ ഇതിനൊന്നും സ്വാതന്ത്ര്യമില്ലാത്തതായിട്ടുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലോ അതിന് നമുക്ക് അസ്വാതന്ത്ര്യം എന്ന് വിളിക്കാം അല്ലേ? അല്ലേ? മാധുര്യമുള്ള പ്രവർത്തനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാനായിട്ട്, ഇഷ്ടമുള്ള അത് കളിക്കാനായിട്ട്, ഇഷ്ടമുള്ളവരോട് കൂട്ടുകൂടാനായിട്ട് ഒക്കെ സാധിക്കുന്നതായിട്ടുള്ള സന്ദർഭത്തെയാണ് നമ്മൾ മാധുര്യമുള്ളതായിട്ടുള്ള കാര്യങ്ങളായിട്ട് കണക്കാക്കാൻ സാധിക്കുള്ളൂ അല്ലേ? ഇവിടെ കുട്ടികൾ മാധുര്യമുള്ളതായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് കവിതയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്തിനെയൊക്കെയാണ്? കളിവഞ്ചി അവർ സ്വയം നിർമ്മിച്ചിട്ട് മഴവെള്ളത്തിൽ ഒഴുക്കി വിടുന്നു. അതുപോലെ മഴവെള്ളത്തിൻ്റെ നീർക്കുത്തിൽ അവർ ചാടി കൂത്തി മറിഞ്ഞ് ഒച്ചയുണ്ടാക്കി കളിക്കാനായിട്ട് ആരംഭിക്കുന്നു. ചെളിയിൽ ഇറങ്ങി തിമിർത്ത് കളിക്കുന്നു അല്ലേ? ഇതൊക്കെയാണ് എന്ത്? ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ അല്ലേ? മാധുര്യമുള്ളതായിട്ടുള്ള കുട്ടികളുടെ പ്രവർത്തനങ്ങൾ. ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ താല്പര്യത്തോടെ ചെയ്യാൻ അവസരം ലഭിക്കുമ്പോഴാണ്
അവിടെ എന്തുണ്ടാവുന്നത്? സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം അനുഭവപ്പെടുന്നത് അല്ലേ? കാവ്യഭാഗത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ, കുട്ടികളുടെ ബാലാവകാശത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ, ആടിത്തിമിർക്കലിൻ്റെ ആ ഒരു ഓരോ കാലഘട്ടത്തിൻ്റെ ആ അനിവാര്യതയെ സൂചിപ്പിച്ചുകൊണ്ട് ആ ബാല്യത്തിൻ്റെ സ്വാതന്ത്ര്യം എങ്ങനെയാണ് കുട്ടികൾക്ക് നൽകേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് പകർന്ന് നൽകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുറിപ്പും അടുത്ത ക്ലാസ്സിലേക്ക് തയ്യാറാക്കാമല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്തു വയ്ക്കാം.